നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ മോഡലൊക്കെ ഫുള്ള് മാറ്റിയെന്ന്. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അടിയിൽ ഇവിടുന്ന് പുറത്തേക്ക് ഒരു 50 സെൻറ്റിമീറ്റർ നമ്മളാണ്ട് സ്ലാബ് പുറത്തേക്ക് ചാടിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഒരു വാള് വരുന്നുണ്ട്. ജനലിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു വാള് വരുന്നുണ്ട്. അത് നേരെ ഇപ്പുറത്ത് നേരെ ഇങ്ങനെ ഒരു യു ടൈപ്പ് മോഡലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻറ്റീരിയൽ വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതൊരു മോഡലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഇത് പുറത്തേക്ക് നമ്മൾ സ്ലാബ് ചാടിച്ചിട്ട് അതിൻ്റെ മേലെ പടുത്തതാണ്. അപ്പോൾ ഇതേമാതിരി അവിടെ ഒരു ഒറ്റക്കള്ളി വെച്ചിട്ട് അവിടെ സൈഡിൽ ഒരു വാള് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു വാൾ ടൈപ്പിലാണ് പടുത്തിട്ട് യു ടൈപ്പ് ആക്കി കൊടുത്തതാണ്. അപ്പോൾ ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ടാവും. അത് നമുക്ക് പുറത്തുനിന്ന് വീഡിയോ കാണിച്ചു തരാം. നമ്മൾ ഈ ജനൽ വെച്ചിട്ടുള്ളത് നമ്മൾ ഇവിടെ നമ്മൾ തേപ്പനം റെഡിയാക്കിയിട്ട് ഉള്ള് കറക്റ്റാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. ഉള്ളിലേക്ക് നമ്മൾ തേപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഇത് മൂടിപ്പോവും. ആ രൂപത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തേപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജനലിൻ്റെ ഒപ്പമാവും. അപ്പോൾ ആ തേപ്പനം അടക്കമാണെങ്കിൽ നമ്മൾ ജനൽ ഇങ്ങോട്ട് ഉള്ളിലേക്ക് ലേശം നമ്മൾ ഇങ്ങോട്ട് ചാടിച്ച് വെച്ച് തേപ്പനം മാത്രം ഇങ്ങോട്ട് ചാടിച്ച് വെച്ചാണ്. അപ്പോൾ തേപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മതിൽ മൊത്തം ഒരേമാതിരി ഉണ്ടാവും, കാണാൻ നല്ല വൃത്തി ഉണ്ടാവും. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് ഇൻറ്റീരിയൽ വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ബെഡ്റൂമിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഇത് വരുന്നത്. ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇതാ ഈ തലക്കൊരു ഒറ്റക്കള്ളി, ആ ഒരു തലക്കൊരു ഒറ്റക്കള്ളി, ഇത് കംപ്ലീറ്റ് ഫിനിഷ്. ഇനി ഇതിൻ്റെ മേലെ നമുക്കൊരു സ്ലാബ് വരാണ്ട്. ആ സ്ലാബ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 5 വരി നമുക്ക് മെയിൻ സ്ലാബിൻ്റെ ഹൈറ്റ് ആക്കാനുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ബെഡ്റൂമിലേക്കുള്ളതാണ് ഇപ്പോൾ ഈ ജനൽ. ഇത് 2 മീറ്റർ വീതിയുള്ള ജനലാണ്. 1.50 ഇതിൻ്റെ ഹൈറ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ജനലും ഈ 2 ഒറ്റക്കള്ളി ജനലാണ് ഈ ബെഡ്റൂമൊക്കെ ഉള്ളത്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ. അതിലേക്ക് ബാത്റൂമുണ്ട്. ഈ ബാത്റൂമൊക്കെ ഉയരായി കംപ്ലീറ്റ് നമ്മളിപ്പോൾ ലിൻഡലിൻ്റെ ഹൈറ്റ് ആയിട്ടുണ്ട്. ഡൈനിങ് ഹാളിൻ്റെ ഏരിയയാണ്. ഈ ഡൈനിങ് ഹാളിൻ്റെ ഏരിയയിൽ ഇത് നമുക്ക് അങ്ങോട്ട് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. ബാക്ക് ഭാഗമാണത്. ആ ബാക്ക് ഭാഗത്തേക്ക് പോളൊരു ഡോറും അവിടെ ഒരു ഒറ്റക്കള്ളി ജനലും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഹോൾസ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മളെ പഴയ വീടിൻ്റെ അടിയിലുണ്ടായിരുന്ന വീടിന് ആദ്യം ഉണ്ടാക്കിയ ചിമ്മിണിക്കൂടിൻ്റെ ഹെയർ റോളാണ്. അത് നമുക്ക് തേക്കുന്ന സമയത്ത് അടയ്ക്കുക എന്നുള്ള തീരുമാനത്തിൽ അവിടെ ഇട്ടതാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഈ ബെഡ്റൂമിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഇവിടെ 2 ഒറ്റക്കള്ളി തലക്കലും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. ഈ ബാത്റൂമിൽ ഈ ചെറിയ ഒരു സൈഡ് ഭാഗമുണ്ട്. അവിടെയാണ് ബംഗ്ലേറ്റ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒറ്റക്കള്ളിൻ്റെ ഒരു സൈഡ് ഭാഗമുണ്ട്. ഇവിടെ ഒരു മൂല, ആ മൂല നമുക്ക് ഹൈറ്റ് ആക്കാണ്ട്. അതായത് ജനലിൻ്റെ ഹൈറ്റ് ആക്കിയിട്ട് വിൻഡിൽ വാർക്കാം. പിന്നെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറൊക്കെ നമുക്ക് താപ്പുകെട്ടായിട്ട് പടുത്തുകണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ഇതാണ്. നമുക്ക് ഉള്ളും പുറമൊക്കെ നല്ല പ്ലാസ്റ്ററിങ് ചെയ്താൽ നല്ല സൂപ്പറായിട്ട് നിൽക്കും, കുറേ കാലം നിൽക്കും. നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമുക്കിത് അറിയാം അതിനെ പറ്റിയിട്ട്. അപ്പോൾ താബൂക്കാക്കണോണ്ട് ചിലർക്ക് പിന്നെ ഒരു ധൈര്യം ഇല്ലാത്തൊരു മാതിരിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് താബൂക്കാക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഉള്ളും പുറം നല്ല നന്നാക്കി തേപ്പ് നല്ല ഉഷാറായിട്ട് പ്ലാസ്റ്റർ ചെയ്താൽ മതി, അപ്പോൾ നന്നാവും. പിന്നെ ഇതാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു കട്ടിൽ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു 2 ഒരു വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു കെട്ട് വരുന്നുണ്ട്. ഈ കെട്ട് ഇപ്പോൾ നമ്മൾ ലിൻഡൽ ലൈറ്റ് അയക്കുന്നത്. ഇപ്പോൾ ആ തലക്കൊക്കെ AC ബ്ലോക്ക് വെക്കാൻ കാരണം എന്താ വെച്ചാൽ അവിടെ ലോഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. ഈ ഓപ്പൺ ടെറസിൽ ഇവിടെ ഒരു മൂലയിൽ ഒരു ഫില്ലർ വരുന്നുണ്ട്. ഇവിടെ ഒരു ഗോളം ഉണ്ടല്ലേ, ഒരു ഫില്ലർ വരുന്നുണ്ട്. അപ്പോൾ അതിന് ചാരിയിട്ട് ഒരു വാളിനും വേണ്ടിയിട്ടാണ് അത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആ ഹൈറ്റ് വരുന്നത് എത്ര വെച്ചാൽ പിന്നെ മെയിൻ സ്ലാബിൻ്റെ ഹൈറ്റാണ് ഇത് വരുന്നത്. മെയിൻ സ്ലാബിൻ്റെ ഹൈറ്റിൽ ഇത് കൊണ്ടുപോകാനുള്ളതാണ്. പിന്നെ നമുക്ക് ലിൻഡലൊന്നും വരുന്നില്ല, അത് നേരെ ഡയറക്റ്റ് നമുക്ക് മെയിൻ സ്ലാബിൻ്റെ ഹൈറ്റ് ആക്കാനുള്ളതാണ്. ഫുള്ളായിട്ട് നമ്മൾ ഏകദേശം ഫുള്ള് പരിപാടി ലിൻഡലിൻ്റെ ഹൈറ്റ് അയക്കണ്. അപ്പോൾ ലിൻഡലിൻ്റെ ഹൈറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ലിൻഡലിൻ്റെ വാർപ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒരു 5 വരി ലിൻഡലിൻ്റെ മേലെ നിന്ന് പടുക്കാണ്ടാവും. അപ്പോൾ ഇത് മെയിൻ സ്ലാബ് മറ്റേ നമ്മളെ സൺസൈഡും ആ ബെൽറ്റൊക്കെ വാർത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിൻ്റെ മെയിൻ സ്ലാബിൻ്റെ ഹൈറ്റ് ആക്കാണ്ട്. ആ മെയിൻ സ്ലാബിൻ്റെ ഒരു 4 വരിയും കൂടെ പടുത്താൽ നമുക്ക് മെയിൻ സ്ലാബിൻ്റെ ഹൈറ്റ് ആവും. അപ്പോൾ ഇനി ഞങ്ങളത് പടുക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഈ ഗ്യാപ്പ് ഈ പലകടിച്ചത് കാണണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതിന് ഇവിടെ നമ്മൾ ക്രാക്ക് വരാതിരിക്കാൻ കോൺക്രീറ്റ് ചെയ്യുന്ന കാര്യം.
അപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്തിരിക്കണം അവിടെ. അപ്പോൾ ഞാൻ പലക നമുക്ക് കംപ്ലീറ്റ് അടത്താണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 4 വരി വെച്ച് ഈ 4 വരി വെച്ച് ഹൈറ്റാണ് ഇപ്പോൾ കാണുന്നത്. അതിപ്പോൾ ഇനി നമ്മൾ പിന്നെ മെയിൻ സ്ലേവ് വാർക്കാണ്ട്. മെയിൻ സ്ലേവ് വാർത്തിട്ട് ഇനി ആ വാള് കുറച്ചും കൂടെ പൊന്താണ്ട്. അപ്പോൾ ഇനി പിന്നെ അത് മെയിൻ സ്ലേവ് അടിക്കാനുള്ള ഒരു വെയിറ്റിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പ് അവിടെ കോൺക്രീറ്റ് ചെയ്യാനുള്ളതാണ്. എന്താ വെച്ചാൽ അവിടെ നമുക്ക് ജോയിൻ്റ് ആക്കി പടുക്കാൻ പറ്റില്ല. അത് കാരണം ഞങ്ങൾ അവിടെ എന്താ വെച്ചിട്ട് ആ ഗ്യാപ്പിൽ കോൺക്രീറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ മേലെ ക്രാക്ക് വരില്ല. പിന്നീട് അത് ക്രാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മളിനി കോൺക്രീറ്റ് ഇടും. അപ്പോൾ മെയിൻ സ്ലേവ് വാർത്തിട്ടാണ്. മെയിൻ സ്ലേവ് വാർത്ത് ഇനി അതിൻ്റെ മേലെ നമ്മൾ പടുക്കാൻ പോവാണ്. ഇനി ഒരു 4 വരിയും കൂടെ അതിൻ്റെ മേലെ പാരപ്പറ്റിൻ്റെ ഹൈറ്റിൽ പടുക്കാണ്ട്. അത് ആ വാളടക്കം പൊന്തിട്ട് പിന്നെ അതിൻ്റെ മേലാണ് സ്ലാബ് വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് അതിൻ്റെ മേലെ സ്ലാബ് വാർക്കാണ്ടെന്ന്. അത് ആ 4 വരിയും കൂടെ പടുത്തിട്ട് അതിൻ്റെ മേലാണ് ആ മെയിൻ സ്ലാബ് കൊണ്ട് ചാടിച്ച് വാർക്കണത്. പിന്നെ അതിൻ്റെ പടവ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ആ ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ പിന്നെ ഇനി നമ്മൾ വർക്ക് സ്റ്റാർട്ടാക്കാൻ പോകും. ഇപ്പോൾ അവിടുന്ന് അടിയിൽ നിന്ന് നമ്മൾ കാണിച്ച മെയിൻ സ്ലാബ് ചാടിച്ച് വാർത്തിക്കണമെന്ന് പറഞ്ഞത് അല്ല, ചാടിച്ച് വാർത്തതല്ല, നമ്മൾ ആ മെയിൻ സ്ലാബ് കെട്ടിൻ്റെ ഒപ്പമാണ് വാർത്തുള്ളത്. ചാടിച്ച് വാർക്കാനുള്ളത് നമ്മളിനി ഒരു 4 വരിയും കൂടെ ഈ ബീഡിങ്ങിൻ്റെ മേലെ കൂടെ പടുക്കാണ്ട്. ആ 4 വരിയും കൂടെ പടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേലേക്ക് ആ വാളിൻ്റെ മേലേക്ക് നമുക്ക് ആ സ്ലാബ് ചാടിച്ച് വാർക്കാനുള്ളതാണ്. അതിൻ്റെ ഒപ്പം വാളിൻ്റെ ഒപ്പമാണ് ആ സ്ലാബ് വരാനുള്ളത്. അതിപ്പോൾ നമുക്ക് പിന്നെ ആ മൂലയിൽ നമുക്ക് ഒരു ഡോറ് വരുന്നുണ്ട്. ആ ഡോറിൻ്റെ ഗ്യാപ്പ് നമ്മൾ കട്ടിലൊന്നും വെക്കണില്ല. അവിടെ ഓപ്പൺ ആക്കിയിട്ട് ഒരു ഡോറിൻ്റെ അളവ് അവിടെ ഇട്ടിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഈ കെട്ടുമ്പോൾ കൂടെ നേരെ ആ വാൾ വരെ പടുത്തിട്ട് പിന്നെ ഈ കെട്ടും അതേമാതിരി അങ്ങോട്ട് ആ വാൾ വരെ പടുത്തിട്ട് ഈ മൂലയിലും അതേമാതിരി പടവ് വരുന്നുണ്ട്. അതും പിന്നെ നമുക്ക് അപ്പോൾ ഇനിയിപ്പോൾ കെട്ട് പടുക്കുമ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയൊക്കെ വരണമെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ സ്ലാബിൻ്റെ മേലെ പടുത്തത്. ഇതാണ് പിന്നെ ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കെട്ടുണ്ടല്ലോ, ഈ ഒരു പീസ് അവിടെ നിർത്തിയിട്ടുള്ള ഈ പീസ്, ഇത് നമുക്ക് ലിൻഡലൈറ്റ് വരെ അപ്പുറത്തൊക്കെ ആക്കിയിട്ടുള്ള ആ ഹൈറ്റ് ഉണ്ടല്ലോ ലിൻഡലൈറ്റ്, അത് വരെ പിന്നെ ഈ ഒരു കെട്ടും കൂടെ പടുക്കാണ്ട്. പിന്നെ ഇവിടെ നമ്മൾ 3 വരി വെച്ചിട്ടുള്ളൂ. ഈ 3 വരീൻ്റെ മേലെ ഈ വാളിൻ്റെ അങ്ങോട്ട് ആ തലക്കലേക്ക് ചാടിച്ചിട്ട് ഇവിടെ ഒരു സ്ലാബ് വാർക്കാണ്ട്. ആ സ്ലാബ് ഇവിടുന്ന് ഇങ്ങനെ ഇതുവരെയൊക്കെ ഇങ്ങനെ ഒരു സ്ലാബ് വരാണ്ട്. പിന്നെ ഇതിൻ്റെ മേലേക്ക് ഇനി പടവില്ല. ഇവിടെ ഓപ്പൺ ടെറസാണ് വരുന്നത്. അതുകൊണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് പടവില്ല. നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കെട്ട് മാത്രം ഇത് ഇൻഡലൈറ്റ് ആക്കാനുള്ളതാണ്. ഇവിടെ ഒരു ഡോറ് വരുന്നുണ്ട്. ഈ ഓപ്പൺ ടെറസിലേക്ക് വരാനുള്ള ഡോറാണ്. അപ്പോൾ ഇവിടെ ചെറിയ ഞങ്ങളൊരു വാള് കൊടുത്തിട്ടുണ്ട്. ഈ വാള് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ടെറസ് ആയ കാരണം നമുക്ക് വെള്ളത്തിൻ്റെ ശല്യം ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ മേലെ ഒരു സൺസൈഡ് കൊടുക്കാനുള്ളതാണ്. ഒരു സ്ലാബ് ഇതിൻ്റെ മേലെ വാർക്കും. അത് ഈ വാളിൻ്റെ ഒപ്പമാണ് നമുക്ക് വാർക്കാനുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ ശല്യം വല്ലാതെ അങ്ങോട്ട് ഉണ്ടാവില്ല. പിന്നെ എന്താ വെച്ചാൽ അവിടെ വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് വെച്ചാൽ മേലത്തെ ബാൽക്കണിയാണ് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ. അതാണ് നമ്മൾ ഇവിടെ ഈ ഡോറ് വരുമ്പോൾ ഇവിടെ ഓപ്പൺ ടെറസ് ആയ കാരണം വെള്ളത്തിൻ്റെ പ്രശ്നം വരും. അപ്പോൾ ആ വെള്ളം അങ്ങോട്ട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മേലെ ഒരു സ്ലാബ് വാർക്കും. പിന്നെ നമ്മൾ ഈ സൈഡിൽ ഒരു കെട്ടുണ്ട്. ഈ സൈഡിൽ ഇവിടെ ഒരു കെട്ടുണ്ട്. ഈ കെട്ട് നമുക്ക് ഈ ലാസ്റ്റ് നിർത്തിക്കണ ഈ ഹൈറ്റിൽ ആ ഒരു നീളത്തിൽ നമുക്ക് മേലൊക്കെ കൊണ്ടുപോകാനുള്ളതാണ്. അതും ഇതേമാതിരി പറഞ്ഞാൽ നമുക്ക് ലിൻഡലൈറ്റ് ആക്കാനുള്ളതാണ്. ലിൻഡലൈറ്റ് ആക്കിയിട്ട് അതിൻ്റെ മേലെ ലിൻഡൽ വാർത്തതിന് ശേഷം പിന്നെ നമുക്കിത് മെയിൻ സ്ലാബിൻ്റെ ഹൈറ്റിൽ പിന്നെ പടവ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വർക്കിന് ശേഷം ഇതാണ് ഹൈറ്റ്, നമ്മളെ ലിൻഡലിൻ്റെ ഹൈറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ലിൻഡൽ വാർത്തതിന് ശേഷമാണ് നമുക്ക് ഇനി ബാക്കിയുള്ള പടവ്. ഇതേമാതിരി ഒരു കെട്ട് ഇപ്പുറത്തുണ്ട്. ഇതാണ് ആ കെട്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒക്കെ ഹൈറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ ഇതിപ്പോൾ മേലെ ഭാഗത്താണ്. നമുക്ക് ഇനി അടിയിൽ ഒരു വാളും കൂടെ കെട്ടാണ്ട് ആ കാർ പോർച്ചിൻ്റെ അടുത്ത് ആ ഫില്ലറിൻ്റെ അടുത്ത് ഒരു വാള് കെട്ടാണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ പണിക്ക് പോവാണ്. ഇത് ഉയരായി. ഇപ്പോൾ ഇനി ഇതിൻ്റെ മേലെ കംപ്ലീറ്റ് ഉയരായിക്കണ്. ഇതിൻ്റെ മേലൊക്കെ ഇനി ലെൻഡിൽ വരാനുള്ളതാണ്. ഇത് പഴയ കോണിക്കൂടിൻ്റെ കെട്ടാണ്. ഇനി കംപ്ലീറ്റ് ലെൻഡിലായിട്ടായി. ഇനിയിപ്പോൾ ലെൻഡിലൊക്കെ വാർപ്പ് കഴിഞ്ഞതിന് ശേഷം മേലെ നമുക്കൊരു 5 വരി ലെൻഡലിൻ്റെ മേലെ പടുക്കാണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് പണി ഇനിയിപ്പോൾ അടിയിൽ കാർ പോർച്ചിൻ്റെ അടുത്തൊരു വാളിൻ്റെ പണിയുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാം.